നമ്മളെന്നും കാണുന്നൊരു സാധനമാണെങ്കിലും തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ മൂത്രം, അല്ലേ? നമ്മൾ എത്രയും പെട്ടെന്ന് ഒഴിച്ചിട്ട് ഓടാനാണ് പലപ്പോഴും ശ്രമിക്കാറ്. എങ്കിൽ പോലും അതിൻ്റെ ചെറിയൊരു കളറിലെ വ്യത്യാസത്തിൽ, ഓക്കെ, അതിൽ വരുന്ന അപ്പിയറൻസിലെ വ്യത്യാസത്തിൽ, ഓക്കെ, അല്ലെങ്കിൽ അതിലെ കണ്ടന്റിലെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് ശരീരത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, അപ്പം ബേസിക്കായിട്ട് യൂറിൻ റുട്ടീൻ ചെയ്താൽ തന്നെ നമുക്ക് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാവും. അല്ലെങ്കിൽ ഈവൻ നമുക്ക് അതിൻ്റെ ഒരു അപ്പിയറൻസിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല നിഗമനങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കുന്നതാണ്. ഒരു വളരെ ലൈറ്റായിട്ടുള്ള യെല്ലോ ആണ് വളരെ നോർമലായിട്ടുള്ളത്. പക്ഷേ പിന്നെയും അതിൻ്റെ ആ ഒരു ഷെയ്ഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ഇഷ്യൂസ് കൂടുന്നതാണ്. അതായത് മെയിനായിട്ട് ഡീഹൈഡ്രേഷൻ കൂടുന്നതാണ്. പക്ഷേ വേറെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ അണ്ടർലൈങ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കൺഫേം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് പല കളറിൽ വരാം. ലൈറ്റായിട്ടുള്ള യെല്ലോ വരാം, റെഡായിട്ട് വരാം, ബ്രൗൺ ആയിട്ട് വരാം, വേറെ ഏതെങ്കിലും ഡാർക്കർ ഷെയ്ഡ്സ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഫ്ലോട്ടോ കാര്യങ്ങളോ വരാം, RBCയുടെ പ്രസൻസ് ഉണ്ടാകാം. ഇനി വളരെ റെയറായിട്ട് ചിലപ്പം ബ്ലൂ കളറോ ഗ്രീൻ കളറോ ഒക്കെ വരാം. നമ്മുടെ ഭക്ഷണത്തിലെ ഡയറ്റിലെ വ്യത്യാസം അനുസരിച്ച്, അല്ലെങ്കിൽ കളറിങ് ഏജൻ്റ് ഉള്ള എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലോ ഒക്കെ ഇതുപോലത്തെ കളർ ചേഞ്ച് വരാവുന്നതാണ്. ചിലപ്പോൾ ക്ലൗഡി ആയിട്ടുള്ള യൂറിൻ, പതപതപ്പുള്ള യൂറിനൊക്കെ വരാം. അത് UTI ഒക്കെ ഉണ്ടെങ്കിൽ വരാവുന്നതാണ്. സോ തീർച്ചയായിട്ടും ഇതും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മൂത്രത്തെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിനകത്തെ ഹൈഡ്രേഷനെയാണ് അത് ഡയറക്റ്റായിട്ട് കോറിലേറ്റ് ചെയ്യുന്നത്. സോ അത് കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂറിനറി ചെയ്യുക, ഡോക്ടറെ കാണിക്കുക, പരിഹാരം തരിക.